സേമിയവും തേങ്ങാപ്പാലും ഉപയോഗിച്ച് ഒരു പായസം. അതിന് സേമിയ പ്രഥമൻ എന്ന് പറയാം. സേമിയ പ്രഥമൻ ഇതുണ്ടാക്കാൻ ഞാൻ 1 കപ്പ് സേമിയ എടുത്തു. പിന്നെ സാധാ പ്രഥമൻ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇതിലേക്ക് 1-ാം പാലും 2-ാം പാലും 3-ാം പാലും തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും 3-ാം പാലും ഉപയോഗിച്ചു. പിന്നെ കുറച്ച് കശുവണ്ടിയും ഉണക്കമുന്തിരിയും എടുത്ത് അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തു. ആ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് സേമിയ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി വേറൊരു പാത്രത്തിൽ നമുക്ക് ശർക്കരപ്പാനി തയ്യാറാക്കാം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് ശർക്കരപ്പൊടി ഇട്ട് കൊടുത്തു. നിങ്ങൾ എത്ര പായസം ഉണ്ടാക്കുന്നോ അതിന് കണക്ക് എത്ര ശർക്കര വേണം അതിനനുസരിച്ച് നമുക്ക് ശർക്കര എടുക്കാം. ഞാൻ ശർക്കര കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഞാൻ പായസം ക്വാണ്ടിറ്റി കുറച്ചാണ് ഉണ്ടാക്കിയത്, അതുകൊണ്ട് കുറച്ചേ എടുത്തിട്ടുള്ളൂ. ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. അതൊന്ന് ഇനി അരിച്ചെടുക്കാം. ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. ഇതാണ് ശർക്കരപ്പാനി. ഇനി ഒരു പാനിൽ നമുക്ക് തേങ്ങയുടെ 3-ാം പാൽ ഒഴിച്ചെടുക്കാം. ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ച സേമിയ ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. സേമിയ ഒന്ന് വെന്ത് വരണം. ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള ശർക്കരപ്പാനിയും കൂടി ആഡ് ചെയ്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമുക്കിനി പശു നെയ്യ് ആഡ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തിരിക്കുക. ഇതിലേക്ക് ഏലക്കായോ അല്ല ഏലക്കപ്പൊടിയോ ആഡ് ചെയ്യുക. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ സേമിയ പ്രഥമൻ റെഡിയായിട്ടുണ്ട്. സാധാ പരിപ്പ് പ്രഥമൻ്റെ അത്ര വരില്ലെങ്കിലും മോശമില്ലാത്ത ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് നമുക്ക് കഴിക്കാം. നിങ്ങൾക്ക് ഈ പ്രഥമൻ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ പ്രൊഫൈൽ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുക. ഇതാണ് സേമിയ പ്രഥമൻ. താങ്ക് യു.